ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്നോട് മച്ചാൻ വരെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ കണ്ടിരിക്കുകയാണ്. ഗിരീഷ് ഏരി ഡയറക്ഷൻ ചെയ്ത് നിവിൻ പോളിയും പിന്നെ മമിത ബൈജുവും പിന്നെ അത്യാവശ്യം കുറേ പേര് ഉള്ള ഒരു കുടുംബമായിട്ടുള്ളൊരു സിനിമയാണ് കണ്ടിരിക്കുന്നത്. സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ കിഡിലം പടം എന്ന് വെച്ചാൽ അടിപൊളി. ഓണം തൂക്കി ഗൈസ്, സീരിയസ്ലി പറയാം, ഓണം നിവിൻ തൂക്കി. ഇതിനകത്ത് നിങ്ങൾ നോക്കി ഒരു 2 ദിവസത്തിനുള്ളിൽ, 2 ദിവസമല്ല എനിക്ക് തോന്നുന്നു ഞായർ നാളെ തൊട്ട് ഈ ഒരു സിനിമ ഓണം കഴിയുന്നവരെ ഹൗസ്ഫുൾ ഷോ ആയിരിക്കും എല്ലാ തിയേറ്ററിലും. കാരണം ഇവിടെ ഇത് അതിനും മാത്രം ഉണ്ടോ ഈ സിനിമ. അതിനു മുമ്പ് ഒരു കാര്യം നമുക്ക് പറയാം. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫഹദ് ഫാസിലും പിന്നെ ശ്യാം പുഷ്കരൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദിലീഷ് പോത്തനും കൂടെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ഗിരീഷ് ഏടിയും പിന്നെ കിരൺ ജോസി എന്ന് പറഞ്ഞാൽ അവർ 2 പേരാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ശ്രിൻഡ പിന്നെ റോഷൻ ഷാനവാസ്. മോനെ പുള്ളി പൊളിച്ച്, അതും അടിപൊളിയായിരുന്നു. പിന്നെ സംഗീത് പ്രതാപ് പുള്ളി അടിപൊളിയായിരുന്നു. ശ്യാം മോഹൻ പിന്നെ ജയശങ്കർ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ നമ്മുടെ മമിതയുടെ അച്ഛനായിട്ടാണ് പുള്ളിക്കാരൻ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബിന്ദു പണിക്കറുണ്ട്, പിന്നെ തങ്കം മോഹൻ, പിന്നെ വെട്ടുകിളി പ്രകാശ്, അതായത് നിവിൻ പോളിയുടെ അച്ഛനായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് മ്യൂസിക് ബൈ വിഷ്ണു വിജയ്, സിനിമോട്ടോഗ്രാഫി അജ്മൽ സാബു, അവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് പേര് ഇതിൻ്റെ പുറകെ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ കളർ ഗ്രേഡിങ് ആണെങ്കിലും എല്ലാം, പിന്നെ എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം നല്ല വൃത്തിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അപ്പം സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഡിലം പടം, പക്കാ ഒരു ഫീൽ ഗുഡ് മൂവി. ഞാൻ സത്യം പറയല്ലോ, കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സിനിമ കണ്ടിരുന്ന് ചിരിക്കുന്നത്. നമ്മൾ തുടക്കം കയറി ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ തുടക്കം തന്നെ മമിതനെ കാണിക്കുന്നത്. അപ്പം ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ തുടങ്ങുന്നത് ആ ഒരു ക്യാരക്ടറിലേക്ക് എല്ലാവരും വരുന്നത്. അപ്പം എല്ലാവരും അങ്ങോട്ട് കാണിക്കുന്നത് അവിടെ തൊട്ട് തുടങ്ങുന്ന ചിരി സിനിമയുടെ അവസാനം വരെ ഉണ്ട് കേട്ടോ. കാരണം അത്രക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരത് കൊണ്ടുപോയിരിക്കുന്നത്. ഒട്ടും മടുപ്പിക്കാത്ത 1/1 സീനാണെങ്കിലും ഒട്ടും മടുപ്പിക്കലോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല. തുടക്കം തൊട്ട് എന്താണ് കഥ എന്ന് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ മനസ്സിലാകും. പ്രേമം പോയിട്ടൊരു സംഭവമാണ്, പക്ഷെ അവരുടെ തമ്മിലുള്ള കെമിസ്ട്രി പിന്നെ എന്താ പറയുന്ന എപ്പോഴും കാണുന്ന പോലെ ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നില്ല. ഇത് ഇങ്ങോട്ട് തോന്നുന്നൊരു ഇഷ്ടം, അത് പറയുമ്പോൾ പിന്നെ മറ്റേ ആൾക്ക് എങ്ങനെ അത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ നിവിൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നിവിനെ എടുത്ത് പറയണം, പുള്ളിയൊക്കെ പൊളിച്ച് ഈ ഒരു സിനിമയ്ക്കകത്ത്. എനിക്ക് നല്ലൊരു കംബാക്ക് ആയിരുന്നു കേട്ടോ പുള്ളിയുടെ. എനിക്ക് തോന്നുന്നു സർവ്വമായ കഴിഞ്ഞ് പുള്ളി ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ അടിപൊളിയായിട്ട് ഇതിനകത്ത് ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് പുള്ളി. അത്യാവശ്യം എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളി ഈ ലവ് സീനൊക്കെ കൊടുക്കുമ്പോഴേ പുള്ളിക്ക് എന്താ പറയുന്നത്, പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് എന്തുവാ അത്രക്കൊരു കെമിസ്ട്രി പുള്ളിയുടെ ഉള്ളിലുണ്ട്. കെമിസ്ട്രി സത്യം പറഞ്ഞാൽ പുള്ളിക്ക് അത് വേറെ ലെവലിലാണ് പുള്ളി അത് ചെയ്ത് വെക്കുന്ന സംഭവം കേട്ടോ. അതാണ് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്താ പറയുന്ന ഓരോ സീൻ, അതായത് കോമഡിക്കാണെങ്കിൽ കോമഡി അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ട്. ഇവർ ഈ കോളേജിൽ പോകുന്നതും പിന്നെ അതുപോലെ ലാസ്റ്റ് പിന്നെ സംഗീതം ഇങ്ങനെ ഒളിച്ചോട്ട് വരുന്ന കുറേ സീനൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് രസമാണെന്നറിയോ, നമ്മൾ തിയേറ്ററിൽ നിന്ന് ചിരിച്ച് മാരിക്കും. അമ്മാതിരി സാധനം കേട്ടോ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, പുള്ളി ഗിരീഷ് ഏടി എന്ന് പറഞ്ഞ സംഭവം പുള്ളിക്ക് ഈ പണ്ടത്തെ മലയാള സിനിമയില്ലേ അതുപോലെ പുള്ളിക്ക് ഈ ഒരു കാലഘട്ടത്തിലും ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് പുള്ളിയുടെ ഒരു വിജയം തന്നെ. അതാണ് സംഭവം. അതാണ് എനിക്ക് ഈ ഒരു സിനിമയിൽ പറയാനുള്ളത്. പുള്ളി എന്തായാലും വേറെ ലെവലാണ് കേട്ടോ. ആൾക്കാരുടെ പൾസ് അറിയാം പുള്ളിക്ക് നന്നായിട്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, ഓണം എന്തായാലും നിവിൻ പോളി തൂക്കി. ഉറപ്പായിട്ട് നിങ്ങൾ ടിക്കറ്റ് മാക്സിമം നേരത്തെ എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നേരത്തെ നിങ്ങൾ എടുത്തോ ടിക്കറ്റ്. ഉറപ്പായിട്ടും ഹൗസ്ഫുള്ളായിരിക്കും ഇനിയുള്ള ഷോകൾ അങ്ങോട്ടിനി. എന്തായാലും പടം എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. പിന്നെ ഇനി കാണാൻ പോകുന്നവരോട് പറയാം, എത്രയും വേഗം ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് പോയി കയറി കാണുക. എന്തായാലും ഗൈസ്, അപ്പം അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരാ ബൈ. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം.